ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെയും ബോർഡിംഗ് മദ്രസയിലെയും 6ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസുസാനി 2ാമത്തെ പാഠം സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായവരെ. മങ്കൂസ് മൗലിദിൽ നിന്നുള്ള ഏതാനും ബൈത്തുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് പാടി ഒന്നർത്ഥം മനസ്സിലാക്കാം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. എന്താണ്? അള്ളാഹുവിൻ്റെ സ്വലാത്ത് തിരുനബിയുടെ മേൽ ഉണ്ടാവട്ടെ, അവൻ്റെ രക്ഷയും തിരുദൂതരുടെ മേൽ ചൊരിയട്ടെ. അബ്തഹ് എന്ന് പറഞ്ഞാൽ താഴ്വര എന്നാണ്. അപ്പോൾ താഴ്വരവാസിയും സുഭാഷകനും അഭിഭാഷകനും പ്രിയങ്കരനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ, തിരുദൂതരുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്നാണ് ആ 2 ലൈൻ്റെ അർത്ഥം പറയുന്നത്. അടുത്തെന്താ? അന്ത തത്ലു ബൈനനാ ഫിൽ ഖവാകിബി കൽബുദു ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അങ്ങ് ഞങ്ങൾക്കിടയിൽ ഉദയം ചെയ്യുന്നു, നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രനെ പോലെ. അല്ല, അതിനേക്കാൾ ഉന്നതനും ശ്രേഷ്ഠനുമാണ് അങ്ങ്, നബിമാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ. അങ്ങ് നക്ഷത്രങ്ങൾക്കിടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ബുദൂർ ചന്ദ്രൻ, നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രനെ പോലെ ഉദിച്ചിരിക്കുന്നു. പൂർണ്ണചന്ദ്രനെ പോലെയല്ല, അതിനേക്കാൾ ഉന്നതനും ശ്രേഷ്ഠനുമായാണ് അങ്ങ് നബിമാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ. അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അങ്ങ് മാതാവോ അതോ പിതാവോ അവരിൽ 2 ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങ് മാതാവോ അതോ പിതാവോ അവരിൽ 2 ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങയുടെ ഗുണങ്ങൾ. തുല്യമായ ഗുണങ്ങൾ നബിമാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ. തുല്യമായ ഗുണങ്ങൾ, അങ്ങയുടെ ഗുണങ്ങൾക്ക് തുല്യമായത് മാതാവിലോ പിതാവിലോ ഞങ്ങൾ കണ്ടിട്ടില്ല. നബിമാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ. അന്ത മുൻജീനാ വദാ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. അങ്ങ് നാളെ ഞങ്ങളുടെ രക്ഷകനാണ്. അങ്ങയുടെ തെളിഞ്ഞ സുഭാഷയാൽ അങ്ങയെപ്പോലെ ഞങ്ങൾക്ക് മറ്റാരുണ്ട്? അങ്ങയെപ്പോലെ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ ആരുണ്ട്? നബിമാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ. തഖ്ബത്തു അലൽ ഖതാഇറ ഹസ്രിം വഅദാ ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ദോഷങ്ങളുടെ കൂമ്പാരങ്ങൾക്ക് മുകളിൽ ഞാൻ കയറി, എണ്ണം കൃത്യമല്ലാത്ത വിധം. ദോഷങ്ങളുടെ കൂമ്പാരങ്ങൾക്ക് മുകളിൽ ഞാൻ കയറി, എണ്ണം കൃത്യമല്ലാത്ത വിധം അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു, നബിമാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ. ഇന്നനാ നർജു ഇലാ കഅ്സി ഹൗലിക ലിൽ അതശ് യൗമ നസ്രി കിതാബി യാ സയ്യിദി ഖൈറൻ നബി. തീർച്ചയായും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങയുടെ ഹൗലുൽ കൗസറിലെ കോപ്പയിലേക്ക് ദാഹശമനത്തിനായി. ദാഹശമനത്തിനായി തീർച്ചയായും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ ഗ്രന്ഥം വിതരണം ചെയ്യപ്പെടുന്ന നാളിൽ നബിമാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ.
എൻ്റെ ഗ്രന്ഥം വിതരണം ചെയ്യപ്പെടുന്ന നാളിൽ നബിമാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ. അഷ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻളാഅ യാ സയ്യിദി ഖൈറൻ നബി. അങ്ങയുടെ ശുപാർശ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. അന്ത്യനാളിൽ ഞങ്ങളോട് വാത്സല്യത്തോടെ അങ്ങയുടെ ശുപാർശ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. എന്തൊരു കഷ്ടമായിരിക്കും ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടാൽ. നബിമാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ, അങ്ങയുടെ ശുപാർശ നഷ്ടപ്പെട്ടാൽ എന്തൊരു കഷ്ടമായിരിക്കും. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദാഇമാ ലാഹ നജ്മു ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിൻ്റെ സ്വലാത്ത് തിരുനബിയുടെ മേലുണ്ടാവട്ടെ എല്ലാ സമയത്തും നിത്യമായി. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിയുന്ന കാലത്തോളം നബിമാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ, അള്ളാഹുവിൻ്റെ സ്വലാത്ത് തിരുനബിയുടെ മേൽ ഉണ്ടാവട്ടെ എല്ലാ സമയത്തും നിത്യമായും. അപ്പോൾ മനസ്സിലാക്കുക ഓരോ ലൈൻ്റെയും അർത്ഥം. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം ലൈന്. അപ്പോൾ ഇത് ബൈത്ത് നന്നായി കാണാതെ പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക. നമുക്കിതിൻ്റെ മീനിങ്സൊക്കെ ഇവിടെ നോക്കി മനസ്സിലാക്കാം. പിന്നെ ഇവിടെ ജംഅ് കൗക്കബ്, ജംഅ് കവാക്കിബ്. ബദർ ജംഅ് ബുദൂർ. ബദർ ചന്ദ്രൻ, കൗക്കബ് എന്താണ്? കപ്പ്, കവാക്കിബ് കപ്പുകൾ. അപ്പോൾ ഇവിടെ നക്ഷത്ര കണക്ക് കപ്പുകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസറിൽ. അതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കുക. നജ്മുൻ നക്ഷത്രം എന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. സമാ ആകാശം. അപ്പോൾ ഇവിടെയൊക്കെ വായിച്ച് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അതിൽ നിന്നുള്ള ചെറിയ വേർഡ്സും അതിൻ്റെ അർത്ഥങ്ങളൊക്കെയാണ് മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. അപ്പോൾ ഇവിടെ വർക്കിൽ നക്തുബുൽ മാന അർത്ഥം എഴുതാനാണ് ആദ്യം വരുന്നത്. സയ്യിദി ഖൈറൻ നബി, സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവേ, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവേ. അന്ത ഉമ്മുൻ, അന്ത ഉമ്മും, താങ്കൾ ഉമ്മയാണ്, താങ്കൾ ഉമ്മയാണ്. അഷ്ശഫാഅത്ത് ഹബ് ലനാ, ഞങ്ങൾക്ക് ഷഫാഅത്ത് നൽകിയാലും, ഞങ്ങൾക്ക് ഷഫാഅത്ത് നൽകിയാലും. ലക്ക അഷ്കു, അങ്ങയോട് ഞാൻ ആവലാതിപ്പെടുന്നു. ലക്ക അഷ്കു, അങ്ങയോട് ഞാൻ ആവലാതിപ്പെടുന്നു. അന്ത മുൻജീന അദാ, താങ്കൾ നാളെ ഞങ്ങൾക്ക് രക്ഷ നൽകണേ, താങ്കൾ നാളെ ഞങ്ങൾക്ക് രക്ഷ നൽകണേ. അന്ത മുൻജീന അദാ, താങ്കൾ നാളെ ഞങ്ങൾക്ക് രക്ഷ നൽകണേ. അടുത്തതാ നക്തുബ് കമാഫിൽ മിസാലി, ഉദാഹരണത്തിലേതുപോലെ എഴുതാനാണ്. ദഹബ അവൻ ആഗ്രഹിച്ചു, യർജു അവൻ ആഗ്രഹിക്കുന്നു, നെർജു ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ ദഹബ, ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി. അപ്പോൾ അവൻ പോകുന്നു എന്നെങ്ങനെ എഴുതും? യദ്ഹബു, യദ്ഹബു, യാ ചേർത്ത് കൊടുക്കുക. അവിടെ യർജു എന്നതുപോലെ യാ ചേർത്ത് കൊടുക്കുക. യദ്ഹബു അവൻ പോകുന്നു. അടുത്തതാ നൂന് ചേർത്ത് കൊടുക്കുക. നദ്ഹബു, നദ്ഹബു ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. മനസ്സിലാക്കി എഴുതുക. അടുത്തത് ഷക്ക, അവൻ പരാതി പറഞ്ഞു, ഷക്ക അവൻ പരാതി പറഞ്ഞു. യഷ്ക അവൻ പരാതി പറയുന്നു, യഷ്ക അവൻ പരാതി പറയുന്നു. നഷ്ക ഞങ്ങൾ പരാതിപ്പെടുന്നു, ഞങ്ങൾ പരാതിപ്പെടുന്നു. അടുത്തത് റക്കിബ, അവൻ വാഹനം കയറി, റക്കിബ. യർക്കബു അവൻ വാഹനം കയറുന്നു, അവൻ വാഹനം കയറുന്നു. നർക്കബ് ഞങ്ങൾ വാഹനം കയറുന്നു, ഞങ്ങൾ.
ഞങ്ങൾ വാഹനം കയറുന്നു. അപ്പോൾ മനസ്സിലാക്കിയത്. അടുത്ത എന്താണ്? കുല്ല വക്തിൻ യഖ്റഉൽ ഖുർആന കുല്ല വക്തിൻ. അതുപോലെ താഴെയുള്ളത് പൂർത്തിയാക്കാനാണ്. കിതാബിനെന്താണ്? അപ്പം അതുപോലെ കിതാബും ദർസുമലൂടെ കുല്ല വക്തിൻ ചേർത്തിട്ട് എഴുതണം. അപ്പോൾ കുല്ല വക്തിൻ യഖ്റഉൽ ഖുർആന എന്നുള്ളിടത്ത് യഖ്റഉൽ കിതാബ കുല്ല വക്തിൻ, യഖ്റഉൽ കിതാബ കുല്ല വക്തിൻ. അതുപോലെ ദർസ് കുല്ല വക്തിൻ യഖ്റഉദ് ദർസ കുല്ല വക്തിൻ, യഖ്റഉദ് ദർസ കുല്ല വക്തിൻ. അപ്പോൾ അത് ഖുർആൻ എന്നിടത്ത് രണ്ടതും വേർഡ്സ് മാറ്റി എഴുതി കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയാൽ മതി. അടുത്ത ഇനി ജംഅകൾ എഴുതാനാണ്. ബദറുൻ ചന്ദ്രൻ, ബുദൂറുൻ. അവിടെ കൂടുതൽ. കൗക്കബുൻ കപ്പ്, കവാക്കിബ് കപ്പുകൾ. നജ്മുൻ നക്ഷത്രം, നുജൂമുൻ നക്ഷത്രങ്ങൾ. കലമുൻ പേന, അക്ലാമിൻ പേനകൾ, അക്ലാമിൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതാ ഹബ്ലന, ഹബ്ലി, ഹബ്ലഹു, ഹബ്ലഹ. അതുപോലെ ജുദ്ലന, ജുദ്ലന, ജുദ്ലി, ജുദ്ലി, ജുദ്ലഹു, ജുദ്ലഹ, ജുദ്ലഹ. അപ്പോൾ അത് ഇതിൽ വന്നതുപോലെ അതൊന്ന് ഫസ്റ്റ് ഇത് ചേർത്ത് പൂർത്തിയാക്കി കൊടുത്താൽ മതി, മനസ്സിലാക്കുക. അടുത്ത എന്താണ്? നക്തഷിഫുൽ മുമാസിലത്ത് മിനൽ കിതാബി മൗലിദ്. മൗലിദ് കിതാബിൽ നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ പാഠത്തിൽ പഠിച്ച മങ്കൂസ് മൗലിദിൽ നിന്നുള്ള വരികൾ പോലെ മൗലിദ് കിതാബിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഏതെങ്കിലും ബൈത്തുകൾ എഴുതാനാണ്. മങ്കൂസ് മൗലിദിൻ്റെ ബുക്ക് മൗലിദ് കിതാബ് എടുത്താൽ അതിൽ മങ്കൂസ് മൗലിദ് നോക്കിയാൽ നമുക്ക് കിട്ടും. കുറേ വരികളുണ്ട് അതിൽ. അപ്പം അത് മൗലിദ് കിതാബ് എടുക്കുക, അതിൽ നോക്കിയിട്ട് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അങ്ങനെ തുടങ്ങുന്ന കുറേ ബൈത്തുകളുണ്ട്. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായികി മിൻ ജഹന്നമ ഫീ യദി. അങ്ങനെ തുടങ്ങുന്ന ബൈത്തുകളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും ഒന്ന് ഇവിടേക്ക് പകർത്തി എഴുതുക. എത്രയാണ് ഇതിൽ വന്ന വർക്കുകൾ. അപ്പോൾ രണ്ടാമത്തെ പാഠം എത്രയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ ബൈത്ത് നന്നായി പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാനും അതിൽ നിന്നൊരു ലൈന് തന്നതിൻ്റെ അർത്ഥം എഴുതാനൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ആ രീതിയിൽ നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അർത്ഥം എഴുതാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഇതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥത്തിൻ്റെ PDF അങ്ങനെ എന്തെങ്കിലും ഫോട്ടോസോ എന്തെങ്കിലും വേണ്ടവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ബൈത്തിൻ്റെ അർത്ഥം ഞാൻ ഫോട്ടോ ആയിട്ട് അയച്ചു തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.